ഡൽഹിയിൽ നിന്ന് അവസാനം വരുന്ന വാർത്ത AICC നിരീക്ഷകരോട് വന്നിട്ട് അജയ് മാക്കാനും മുഗൾ വാസനിക്കും വന്ന് ഇവിടെ നിന്ന് റിപ്പോർട്ട് തയ്യാറാക്കി ഡൽഹിയിൽ കൊടുത്തിട്ടുണ്ട്. കൊടുത്തു കഴിഞ്ഞതിന് ശേഷം അവർ പത്രക്കാരെ കണ്ടു. ഇനി മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. 2 റിപ്പോർട്ടാണ് കൊടുത്തത്. ഒന്ന് എല്ലാ 63 MLA-മാരും കൂടി പാസ്സാക്കിയ ഒരു പ്രമേയവും കൊടുത്തിട്ടുണ്ട്. ഈ 63 MLA-മാരും ഓരോരുത്തരെ പേര് പറഞ്ഞതിൻ്റെതും കൊടുത്തിട്ടുണ്ട്. ഇനിയാണ് AICC ആണ് ബാക്കി നാളെ മിക്കവാറും ചർച്ച നടക്കാനുള്ള സാധ്യതയുണ്ട്. സണ്ണി ജോസഫിനെ ഇവിടെ നിന്ന് വിളിക്കാൻ സാധ്യതയുണ്ട് KPCC പ്രസിഡന്റ് എന്നുള്ള നിലയിൽ. പിന്നെ രമേശ് ചെന്നിത്തലയെ വിളിക്കാൻ സാധ്യതയുണ്ട്. KC വേണുഗോപാൽ അവിടെ ഉണ്ട്. പിന്നെ പോകാൻ സാധ്യതയുള്ള VD സതീശനാണ്. ഇവരെ വെച്ചുകൊണ്ട് നാളെ ഒരു സമവായം ഉണ്ടാകുമെന്നാണ് കേൾക്കുന്നത്. 3 കൂട്ടരുടെയും മെരിറ്റുമുണ്ട്, ഡീമെരിറ്റുമുണ്ട്. KC വേണുഗോപാലിൻ്റെ മെരിറ്റ് എന്ന് പറയുന്നത് അദ്ദേഹത്തിനാണ് കൂടുതൽ MLA-മാരുടെ പിന്തുണ കിട്ടിയിരിക്കുന്നത്. സന്ദീപ് വാര്യർ അടക്കമുള്ള ഒരുപാട് MLA-മാരുടെ പിന്തുണ കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ് അകത്തുനിന്ന് വരുന്ന വാർത്തകൾ. ശരി, നമുക്കറിയത്തില്ല ആരുടെയൊക്കെ. ഇപ്പോൾ ഒത്തിരി ആളുകൾ പിന്നെ VD സതീശൻ്റെ കൂടെ നിൽക്കുമെന്ന് വിചാരിച്ചിരുന്ന മേത്തുക്കുഴൽ നാടനടക്കമുള്ള ഒരുപാട് ആളുകളുടെ വോട്ട് കിട്ടിയിരിക്കുന്നത് KC വേണുഗോപാലിനാണെന്നാണ് പറയപ്പെടുന്നത്. 2ാമത് രമേശ് ചെന്നിത്തലയ്ക്കാണ്. 3ാമത് VD സതീശനാണ്. VD സതീശന് വളരെ നാമമാത്രമായ ആളുകളുടെ വോട്ടേ കിട്ടിയിട്ടുള്ളൂ. അങ്ങനെ വോട്ടിംഗ് പാർലമെൻ്ററി സംവിധാനത്തിൽ MLA-മാരുടെ ഭൂരിപക്ഷം വരുന്ന MLA-മാരുടെ പേരെടുത്താണ് ചെയ്യുന്നതെങ്കിൽ, അഭിപ്രായം എടുത്താണ് ചെയ്യുന്നതെങ്കിൽ KC വരും. പക്ഷേ പ്രശ്നം KC MP ആണ്. MLA ആകണം. 2 പ്രോസസ്സുണ്ട്. MP സ്ഥാനം രാജിവെക്കണം. അപ്പോൾ അവിടെ ഒരു തിരഞ്ഞെടുപ്പ് വരും. പിന്നെ ഇദ്ദേഹം മൂവാറ്റുപുഴയിലേക്ക് ഇദ്ദേഹത്തെ ക്ഷണിച്ചുകൊണ്ടുള്ള മൂവാറ്റുപുഴയെ മത്സരിക്കുമെന്ന് പറയുന്നു, അല്ലെങ്കിൽ ഇരിക്കൂർ മത്സരിക്കുമെന്ന് പറയുന്നു. സജി ജോസഫ് ഇരിക്കൂർ മാറിക്കൊടുത്തുകൊണ്ട് ഇരിക്കൂർ മത്സരിക്കുമെന്ന് പറയുന്നു. മാത്യു കുഴൽനാടൻ രാജിവെച്ചിട്ട് മൂവാറ്റുപുഴ മത്സരിക്കുമെന്ന് പറയുന്നു. എവിടെ മത്സരിച്ചാലും KC എവിടെ മത്സരിച്ചാലും അവിടെ ജയിക്കണം. പണ്ട് K മുരളീധരൻ മത്സരിച്ചിട്ട് തോറ്റുപോയൊരു കഥയുണ്ട് മന്ത്രിയായി. എന്ത് സംഭവിക്കും നമുക്കറിയില്ല. രാഷ്ട്രീയമാണ്. ജനങ്ങൾ എങ്ങനെയാണ് വിധിയിരുത്തുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയാത്ത സാഹചര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം, ഒരു മെരിറ്റും ഒരു ഡീമെരിറ്റും ആർക്കുണ്ട്? നമ്മുടെ KC വേണുഗോപാലിനുണ്ട്. രമേശ് ചെന്നിത്തലയുടെ മെരിറ്റ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന് നേരത്തെ മന്ത്രിയായിരുന്നു, കുറച്ചുകൂടെ സീനിയർ നേതാവാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു മെരിറ്റ് അദ്ദേഹത്തിനുണ്ട്. പക്ഷേ ഡീമെരിറ്റ് ഈ നമ്പർ എടുക്കുകയാണെങ്കിൽ അദ്ദേഹം 2ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന് സാധ്യത കുറവാണ്. VD സതീശൻ്റെ മെരിറ്റ് എന്ന് പറയുന്നത് ജനങ്ങളുടെ പിന്തുണ, ലീഗിൻ്റെ പിന്തുണ, കേരള കോൺഗ്രസിൻ്റെ പിന്തുണ, CP ജോണിൻ്റെ പിന്തുണ, അങ്ങനെ എല്ലാ പാർട്ടികളുടെയും ഒരു പിന്തുണ കിട്ടിയിരിക്കുന്നത്, കൃത്യമായി കിട്ടിയിരിക്കുന്നത് പിന്നെ VD സതീശനാണ്. പക്ഷേ VD സതീശൻ്റെ ഡീമെരിറ്റ് MLA-മാരുടെ പിന്തുണ VD സതീശന് കുറവാണ്. അപ്പോൾ ഈ മെരിറ്റും ഡീമെരിറ്റും എല്ലാം നോക്കി ആരാണ് മുഖ്യമന്ത്രിയെന്ന് ഡൽഹിയിൽ നിന്ന് തീരുമാനിക്കും. പക്ഷേ അപ്പോഴും രാഹുൽ ഗാന്ധിയുടെ വാക്കിന് വലിയ അർത്ഥമുണ്ടായിരിക്കും. രാഹുൽ ഗാന്ധി പറയുന്നതേ നടക്കുകയുള്ളൂ. കാരണം രാഹുൽ ഗാന്ധി കേരളത്തെ നിരീക്ഷിക്കുന്ന ആളാണ്. ഒരുപാട് ഫീൽഡ് റിപ്പോർട്ട് കേരളത്തിൽ നിന്ന് എടുക്കുന്നതാണ്. രാഹുൽ ഗാന്ധി പറയുന്നതേ നടക്കുകയുള്ളൂ എന്നൊരു സാഹചര്യം വരുമ്പോൾ രാഹുൽ ഗാന്ധിക്ക് KCയെ കളയാൻ പറ്റത്തില്ല. കാരണം KC കൂടെയുള്ള സംഘടനാ സെക്രട്ടറിയാണ്. രമേശ് ചെന്നിത്തലയും കളയാൻ പറ്റത്തില്ല, VD സതീശനെയും കളയാൻ പറ്റത്തില്ല. പ്രിയങ്ക ഗാന്ധിയുടെ ഒരു മനസ്സ് തുറന്നിരിക്കുന്നത് VD സതീശന് അനുകൂലമാണ്. അപ്പോൾ ഇങ്ങനെ ഓരോ നേതാക്കൾക്കും അനുകൂലമായും പ്രതികൂലമായിട്ടുള്ള കുറേ ഘടകങ്ങൾ വരുമ്പോൾ ആര് നേടും ആര് വീഴും എന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. എന്തായാലും വളരെ താമസിയാതെ തന്നെ നമുക്കറിയാൻ പറ്റും ആരാണ് നേടുക, ആരാണ് വീഴുക. ഇനി ആരാണ് മുഖ്യമന്ത്രിയാവുന്നത് അതനുസരിച്ചായിരിക്കും മന്ത്രിമാരാവുന്നത്. അങ്ങനെയുണ്ട്. മുഖ്യമന്ത്രിക്ക് ഇഷ്ടപ്പെട്ട ഒരു ലിസ്റ്റിൽ നിന്നായിരിക്കും മന്ത്രിമാരെ എടുക്കുന്നത്. കാരണം ഇപ്പം ജാതി പ്രാതിനിധ്യം 2 ഈഴവരുണ്ടെങ്കിൽ അതിൽ ഒരു ഈഴവ ആണ് മുഖ്യമന്ത്രിക്ക് ഇഷ്ടം, ആ ഈഴവ എടുക്കും. 2 നായരുണ്ടെങ്കിൽ പിന്നെ സീനിയറായിട്ടുള്ള കുറച്ച് ആളുകളുണ്ട്, അവരെ എന്തായാലും എടുക്കും. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, K മുരളീധരൻ തുടങ്ങിയുള്ള വളരെ സീനിയറായിട്ടുള്ള ആളുകളുണ്ട്. അവർക്ക് വേറെ ന്യായങ്ങളൊന്നുമില്ല, അവരെടുത്തല്ലേ കേട്ടുള്ളൂ. എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ ക്യാബിനറ്റിൽ വേണമല്ലോ. ബാക്കിയുള്ള 2ാം നിര നേതാക്കളെ എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരിക്കലും മന്ത്രിയായിട്ടില്ലാത്തവരൊക്കെ എടുക്കുമ്പോൾ പല പരിഗണനകൾ വരാം. ജില്ലയുടെ പരിഗണന വരാം, പിന്നെ മതത്തിൻ്റെ പരിഗണന വരാം, ജാതിയുടെ പരിഗണന വരാം. പല പരിഗണനകളും കോൺഗ്രസ് നോക്കാറുണ്ട്. അങ്ങനെ മാത്രമല്ല മുഖ്യമന്ത്രിയുടെ അഭിപ്രായവും എടുക്കാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വളരെ വ്യത്യസ്തമായ ഒരു രീതിയാണ് നമ്മൾ കണ്ടുവരുന്നത്. എന്തായാലും രസകരമാണ് കാര്യങ്ങൾ. പക്ഷേ കോൺഗ്രസ്സിൽ സമയമൊന്നും താമസിച്ചു. ഇത് തന്നെയാണ് കോൺഗ്രസിൻ്റെ രീതി. കോൺഗ്രസ്സിൽ മുഖ്യമന്ത്രിയാകണമെങ്കിൽ അല്ലെങ്കിൽ ബലാബലമുള്ള കാര്യമായിരിക്കണം. AK ആൻ്റണിയുടെ കാലത്ത് AK ആൻ്റണി, പിന്നെ കരുണാകരൻ്റെ കാലത്ത് കരുണാകരൻ. അതിനപ്പുറം ഒന്നിലധികം കാൻഡിഡേറ്റ്സ് വന്നാൽ തീർച്ചയായിട്ടും ഇത്രയും പ്രോസസ്സുണ്ട്. ഒരാളാണെങ്കിൽ ഈ പ്രോസസ്സുണ്ട്. ഇവിടെ വന്ന് MLA-മാരെ കണ്ട് ഇത് പോയി ഡൽഹിയിൽ കമ്മിറ്റി കൂടി തന്നെയാണ് വരുന്നത്. അവർക്ക് സമയം താമസിച്ചെന്ന് പറയാൻ പറ്റത്തില്ല. 4ാം തീയതി റിസൾട്ട് വന്നു, ഇന്ന് 7 ആയിട്ടുള്ളൂ, 8 ആയിട്ടുള്ളൂ, 10-നകത്ത് വന്നാൽ മതി.
എന്തായാലും പക്ഷേ ഞായറാഴ്ചയ്ക്കുള്ളിൽ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുമെന്നാണ് അറിയുന്നത്. ഇനിയുള്ളൊരു കൗതുകം, വി ഡി സതീശൻ്റെ പേരില്ല എങ്കിൽ വി ഡി സതീശൻ മാറി നിൽക്കുമോ, അതിൻ്റെ പേരിൽ കേരളത്തിൽ ജനങ്ങൾ പുറത്തിറങ്ങുമോ, തെരുവിലിറങ്ങുമോ എന്നുള്ളതാണ് കേരളം കാത്തിരിക്കുന്ന പുതിയ രസകരമായൊരു കാര്യം. വി എസ് അച്യുതാനന്ദൻ്റെ കാര്യത്തിൽ ഇതുപോലൊരു ബഹളം കേരളത്തിൽ നടന്നാണ് അദ്ദേഹം അധികാരത്തിലേക്ക് വന്നത്. അതുപോലെ തന്നെ ഇതിൽ വി ഡി സതീശൻ ഇനി ജനങ്ങളുടെ പിന്തുണയായിരിക്കുമോ കൂടുതൽ ഗുണകരമായി വരുന്നതെന്ന് കാത്തിരുന്ന് കാണാം.